നമസ്കാരം. ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാർ 2021 മദ്യ എക്സൈസ് നയത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്റ്റോർ ഓപ്പറേഷൻ ലൈസൻസ് നൽകുന്നതിനൊപ്പം സർക്കാർ ഉടമസ്ഥയിലുള്ള മദ്യശാലകൾ നിർത്തലാക്കുന്നതും നിയമപരമായ മദ്യപാന പ്രായം 25 നിന്ന് 21 വയസ്സാക്കി കുറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഡൽഹിക്ക് പുറത്തു നിന്നുള്ള പ്രദേശങ്ങളിൽ വില നിർണ്ണയവും വിൽപ്പന പ്രകടനവും പോലുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് മദ്യ ബ്രാൻഡുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രധാന രജിസ്ട്രേഷൻ മാനദണ്ഡവും ഇതിൽ കൂട്ടിച്ചേർത്തു. 849 സ്വകാര്യ വെണ്ടർമാർക്ക് ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഡൽഹി സർക്കാർ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പനയിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ നയം നടപ്പിലാക്കിയതിന് തൊട്ടു പിന്നാലെ ലൈസൻസ് പ്രക്രിയയിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി സമരം നടത്തുകയായിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ എക്സൈസ് നയത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായ സക്സേന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ആവശ്യപ്പെടുകയും അതോടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അന്വേഷണത്തിന് ഗവർണർ ശുപാർശ ചെയ്തു. ഇതിനിടയിൽ ഡൽഹി സർക്കാർ എക്സൈസ് നയം റദ്ദാക്കി. 2022 ഓഗസ്റ്റിൽ എക്സൈസ് നയത്തിലെ വിവിധ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ഉൾപ്പെടെ 15 പേർക്കെതിരെ CBI കേസെടുത്തു. സിസോദിയെ 2023 ഫെബ്രുവരിയിൽ CBIയും തുടർന്ന് 2023 മാർച്ചിൽ EDയും അറസ്റ്റ് ചെയ്തു. അതിൽ നടക്കിയ നാടക സംഭവങ്ങൾ തിഹാർ ജയിലിൽ അരങ്ങേറി. അവസാനം തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ 18 അടവുകളും അരവിന്ദ് കെജ്രിവാൾ കാണിച്ചു. അതെല്ലാം കേന്ദ്ര സർക്കാർ കൈയോടെ തന്നെ പിടിക്കുന്ന അവസ്ഥയുണ്ടായി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടാതായി. അവസാനം മുഖ്യമന്ത്രി എന്ന ഒറ്റ പരിഗണന കൊണ്ട് മാത്രം ഇടക്കാല ജാമ്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകി. അതിനുശേഷം കേസ് പരിഗണിച്ച സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രത്തോളം 100 കോടി രൂപയുടെ ഒരു അഴിമതി കാണിച്ച ഒരു വ്യക്തി ഇനിയും മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ തുടർന്നാൽ അത് രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ ഭാവി തലമുറകൾക്ക് തന്നെ അതൊരു വലിയ ചീത്തപ്പേരായി മാറുമെന്നതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം അതായത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് സുപ്രീം കോടതി പറയാതെ എടുത്തു പറഞ്ഞു. പക്ഷേ അതിലൊന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടാക്കിയില്ല. ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. EDയുടെ കേസിലാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. സ്പോട്ടിൽ തന്നെ CBI അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇപ്പോൾ അറസ്റ്റിലാണ്. ഇപ്പോഴും തിഹാർ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI ഇപ്പോൾ ഇന്നലെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇനി അധികകാലം അരവിന്ദ് കെജ്രിവാളിന് പുറത്തേക്കൊന്നും ഇനി ഇറങ്ങാൻ പറ്റില്ല. ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ തന്നെ കിടക്കും. അതായത് ഏറ്റവും വലിയ ഡൽഹിയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വലിയൊരു കുംഭകോണം അഴിമതിയാണ് നടന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെയും അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറായ സക്സേനയ്ക്ക് ലഭിച്ച പരാതിയിൽ ഒരു ചടുലമായ അന്വേഷണം നടത്തിയില്ലായിരുന്നെങ്കിൽ വലിയൊരു വിഷമധ്യ ദുരന്തം തന്നെ ഉണ്ടാകാമായിരുന്നു എന്ന് ഉറപ്പാണ്. അതാണ് ഡൽഹി ഗവർണർ അതിനെ പിടിച്ച് തടഞ്ഞത്.